വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം വയനാട് മുണ്ടക്കര നടന്ന അപകടം എല്ലാവർക്കും അറിയാമല്ലോ. 2 ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിലവിളികൾ, ദുഃഖം, വളരെയധികം ദുഃഖമുണ്ട് സത്യം പറഞ്ഞത് പറയുമ്പോൾ. കാരണം ഒത്തിരി പേര് മരിച്ചു. 151 പേരാണ് എന്ന റിപ്പോർട്ടാണ്, കറക്റ്റായിട്ട് അറിയില്ല. 200-ലധികം ആളുകളെ കാണാനില്ല എന്നാണ് പറയുന്നത്. എന്താ അവർക്ക് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. പല വീടുകളും നശിച്ചു. ആ സ്ഥലം മൊത്തം വാനിഷായി. കാരണം ഇതിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകി, മല ഇടിഞ്ഞ് പൊളിഞ്ഞ് കുത്തി ഒഴുകി എല്ലാം നശിപ്പിച്ചു ആ ഗ്രാമം മൊത്തം. അതായത് ഒരു രാത്രി സംഭവിച്ചാണ്. 1 മണി 2 മണി ഉറങ്ങുന്ന സമയത്ത് എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. പല ആൾക്കാരും നെട്ടി ഉണർന്നു. നോക്കുമ്പോൾ കല്ലും മണ്ണും കിട്ടിയത് കൊണ്ട് ആരൊക്കെ കയ്യിൽ കിട്ടി അവരും കൊണ്ട് രക്ഷപ്പെട്ടു. കുറേ പേര് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. കുറേ പേര് ഒഴുകി പോകുന്നത് കണ്ണിൽ കണ്ടു നിന്നു എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഓരോ ആളുകൾ പറയുന്ന കേൾക്കുമ്പോൾ നെഞ്ഞു പൊട്ടിപ്പോവുകയാണ് സത്യത്തിൽ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രകൃതി ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. എന്താ പറയുക, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മുടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കും. പല ആൾക്കാരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചങ്ക് പൊട്ടും. നമുക്കൊന്ന് കണ്ടു നോക്കാം അവരെന്താ പറയണമെന്നുള്ളത്. പൊളിക്കാൻ നോക്കുമ്പോൾ പോയില്ല. അപ്പോൾ ഒരു കോടാലി കിട്ടി. കോടാലി കൊണ്ട് പൊളിച്ച് സരോജിനി എന്ന് ആ സ്ത്രീനെ ഞങ്ങൾ മേലെ കെട്ടി. പിന്നെ റജി, അവരൊരു 5-6 ആൾക്കാരുണ്ട്, വയസ്സായ അമ്മയും പോയിട്ടുണ്ട്. പിന്നെ ഒരു പാറ അടിച്ചിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഒരു എല്ലൊക്കെ പൊട്ടിയിട്ട് ഇവിടെയൊക്കെ ചോരന്ന് അവരെയും ഞങ്ങൾ സേഫാക്കിയിട്ട് മേലോട്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഒരു സമയം. അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും പിന്നെ പെങ്ങളെ മോളും എൻ്റെ അമ്മയെ താഴെയാണ്. അപ്പൊ പിന്നെ എൻ്റെ പെങ്ങളെ മോളെ ഭർത്താവ് ചെന്നൈയിലാണ്. അപ്പോൾ എൻ്റെ അച്ഛനമ്മയും ഒളിച്ചുപോയി, അവൻ്റെ അച്ഛനമ്മയും ഒളിച്ചുപോയി. അപ്പൊ അവളും കൂടി പോയാൽ ഞാൻ ജീവിച്ച കാര്യമില്ല. മാമ ഒന്ന് ഓടി ചെല്ലുക. ഞാൻ പോയി അവിടെ എത്തിയപ്പോൾ അടുത്ത ഉരുൾപൊട്ടൽ വരുന്നു. ഭയങ്കര ഒച്ച. ഞാനാ കയറുമ്പോ ഒരു ചേട്ടന്റെ, ഒരു ഓഫീസിന്റെ ചേട്ടന്റെ പേരെന്താണ്, ആ ചേട്ടന്റെ വീട്ടിലേക്ക് പിന്നെ എല്ലാവരും കൂടി അവിടെ എത്തി. ഒരു 10-16, ഞാന്, വേണു, എൻ്റെ പെങ്ങള്, അച്ഛന്, അമ്മ, ആ ചേട്ടന്റെ മകള്, പേരക്കുട്ടി, പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാർ, 10-18 ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങള് പിന്നെ വേറെ ഒരു രക്ഷയില്ല. പിന്നെ കുളിങ്ങാപ്പുറത്ത് കൂടെ വെള്ളം വരെ, കാറ് പോവും, ആള് ബോഡി പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും കുറച്ച് ആ സാധനങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊന്താൻ തുടങ്ങി. എല്ലാവരും ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പൊന്താൻ തുടങ്ങി. പിന്നെ നമ്മൾ ആ ജനലിൽ പിടിച്ചിരുന്നു. ഒരു സോഫ ചവിട്ടി ജനലിൽ പിടിച്ചിരുന്നു. അപ്പൊ ഓരോരുത്തർ അടുത്ത ഇതിലേക്ക് ഒഴിച്ചു പോകാൻ തുടങ്ങി. അവരൊക്കെ കിട്ടിയ ചെറു സ്ഥലത്ത് പിടിച്ചു. ചിലര് മണ്ണിന്റെ അടിയിൽ. എൻ്റെ അമ്മ മണ്ണിന്റെ അടിയിൽ പോകാൻ നേരെ ഞാൻ കാണുന്നു. കാരണം അമ്മ എനിക്കിത് പിടിപെടാനും പറ്റില്ല. അമ്മയും അനിയത്തി ഒളിച്ചു പോകുന്നതാണ്. അതേപോലെ ആ ചേട്ടന്റെ മരുമോൾ ഒളിച്ചു വന്നു. അത് നമ്മൾ കാണുന്നു. കണ്ടിരിക്കേണ്ടി വന്നു. ഒന്ന് ചെയ്യാൻ ആ ഒരു റൂമിൽ ഞങ്ങളേ ഉള്ളൂ. അവിടെ ഞങ്ങളുള്ളൂ. രാവിലെ എന്നിട്ട് ഞാൻ ഈ വെളിച്ചം വന്നപ്പോ എന്താ വെച്ചാൽ ഈ നല്ല സൗണ്ട് വന്നപ്പോ അമ്മായിക്കാക്കി പുറത്ത് പോയപ്പോ അവരെ വെള്ളം അടിച്ചു കയറിയിട്ട് അമ്മായിന് ഇതുവരെ കിട്ടിക്കില്ല. അമ്മായിക്കാക്ക കിട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ ഡയാലിസിസിന് കൊണ്ടിരിക്കാന് താത്താന്റെ കുട്ടിയും കാക്കയും ഉണ്ട്. ഓരോരുത്തരെ ഓരോ വാർഡിലേക്ക് എത്തിച്ചിട്ട് കാക്കനെ വീട്ടിലേക്കാക്കി. അമ്മായിന് ഇതുവരെ കിട്ടിക്കില്ല. വീട്ടില് ഒരു 7-8 ആളുണ്ടായിട്ടുണ്ടാവും, മക്കളടക്കം എല്ലാരും. ഒരു കുട്ടിയുണ്ട്. കുട്ടീനെ വാർഡിലേക്ക് മാറ്റി. കുട്ടി ഒലിച്ചു പോയിട്ട് ഒരു സ്ഥലത്ത് തങ്ങി നിന്ന് അങ്ങനെ കുട്ടീനെ ഹോസ്പിറ്റലാക്കി നമ്മുടെ വാർഡിലേക്ക് മാറ്റി. ഫുള്ള് ബോഡി പെയിൻ ഉണ്ട്. ഓരോരുത്തര് അവിടെ ഉണ്ട്. കാക്കൊക്കെ ഫുള്ള് ബോഡി ആകെ സീനായിട്ട് ഹോസ്പിറ്റൽ അവിടെ ഇങ്ങനെ കിടക്കുന്നത്. വീടിന്റെ ഒരു ഭാഗത്തുനിന്ന് ഇടിച്ചു വന്നിക്ക വെള്ളം. പകുതി പൊട്ടി പൊളിഞ്ഞു പോയി. വീടിന്റെ അടുത്തുള്ള വീടൊക്കെ പൊളിഞ്ഞു പോയി. പറയണത് ആ സാധനങ്ങളെല്ലാം ഇപ്പൊ ഒന്നും കാണാനില്ല. ഇപ്പൊ മറ്റേ മണ്ണ് ഇത് JCB കിട്ട് നിരത്തി അവർ ആക്കി വെച്ചിട്ടുണ്ട്. 10-60 പവന്റെ സ്വർണം അതിന്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ 6-7 ലക്ഷം രൂപ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു, അതും ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. ചൂരമലയിൽ ഇപ്പോഴും തെരച്ചിലുകൾ തുടരുകയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ. കാരണം അവർക്ക് ഒന്നുമില്ല, സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാം പോയി. വീട്, കാറ്
എന്താ ഉണ്ടായിരുന്ന സ്വർണം എല്ലാം പോയി. ഒരാൾ പറയുന്നുണ്ട് അയാൾ സ്വർണം കാണാനില്ല, പൈസ കാണാനില്ല എന്നൊക്കെ അയാൾ സംസാരിക്കുന്നുണ്ട്. അവരുണ്ടാക്കിയെടുത്ത എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഒരു കുട്ടി പറയുന്നുണ്ട് എൻ്റെ ഉമ്മയെ കാണാനില്ല. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി, ഉമ്മയെ കാണാനില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥ. മക്കളെ കാണാനില്ല, വേറെ ആൾ കരിയാണ്, എൻ്റെ കുട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞു. ഭാര്യയെ കാണാനില്ല. ഒരാൾ പറയുന്ന അയൽവാസി അടുത്ത് പോയി ഭക്ഷണം കഴിച്ച് വന്നതാണ്, പിന്നെ നോക്കുമ്പോൾ ആളെ കാണാൻ പോലുമില്ല, വീട് പോലുമില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആൾക്കും അയാളെ ഭാര്യയ്ക്കും മക്കൾക്കും എന്താ സംഭവിച്ചു പോലും അറിയില്ല എന്ന് പറഞ്ഞ് കരിയാണ് ആൾക്കാർ. ഒരു വല്ലാത്ത അവസ്ഥ. കാരണം ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അപകടമാണ് വയനാട് മുണ്ടക്കയത്ത് നടന്നുള്ളത്. അല്ലാതെ കേരളം കണ്ടതിലല്ല, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അപകടമാണ്. എന്താ അവസ്ഥ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കത് കാണുമ്പോൾ നെഞ്ഞു പൊട്ടുകയാണ് ചെയ്യുന്നത്. ഓരോ വീഡിയോ കാണുമ്പോഴും വിഷമമാണ്. കാരണം ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇന്നലെ കുറച്ചായിരുന്നു, ഇന്ന് കൂടി 151 ഇനിയും ICUയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ 200-ലധികം ആൾക്കാരെ കാണാനില്ല. എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് 200 അല്ല 100-400 ആൾക്കാരുണ്ടാവും. കാരണം ഏകദേശം 400 വീടുണ്ട് എന്നാണ് പറയുന്നത്. ആ 400 വീടിൽ 30 വീടോ 40 വീടോ ബാക്കിയുള്ള എല്ലാം നശിച്ചു. ഈ മുണ്ടക്കയത്തിൻ്റെ ആദ്യത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി. കാരണം ഒരു പ്ലേസ് പച്ചപ്പും ഇതൊക്കെ നിറഞ്ഞൊരു സ്ഥലം മൊത്തത്തിലൊരു മരുഭൂമി പോലെ പരന്നുപോയി. കുറേ കല്ല് മാത്രമേ കാണുന്നുള്ളൂ. വലിയ വലിയ കല്ലുകൾ, പാറക്കണക്കിനുള്ള കല്ലുകൾ, ഇതൊക്കെ വന്ന് ആൾക്കാരുടെ നെഞ്ചത്തും തലയിലൊക്കെ വന്ന് ഇടിച്ച് കയറി വല്ലാത്തൊരവസ്ഥ. പിന്നെ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൈയും കാലും വേർതിരിച്ച് ഇങ്ങനെ ഉടലും ഒഴുകിക്കൊണ്ടിരിക്കുക പുഴയിൽ. ഇതൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. ആൾക്കാർ ഇതൊക്കെ, അത് മാത്രമല്ല ഈ റെസ്ക്യൂ ഓപ്പറേഷന് പോകുന്ന ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ്. കാരണം പല സ്ഥലങ്ങളിൽ പോലും അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം ചളിയും ഈ പറഞ്ഞ വീടുകളൊക്കെ തകർന്നിട്ട് പല ആൾക്കാരും അകത്തുണ്ടോയെന്ന്, ജീവനോട് ഉണ്ടോയെന്നോ മരിച്ചിട്ടുണ്ടോയെന്നൊന്നും പോലും അറിയുന്നില്ല. ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഒരു വീടിൻ്റെ അകത്ത് അവർ പറയാണ്, റെസ്ക്യൂ ടീം പറയാണ്, ആൾക്കാർ പറയാണ്, അവരിയ്ക്കുകയാണ് കസാലയിൽ, മരിച്ച് ഇരിക്കുന്ന പോലെയാണ് അവർ കാണുന്നത്. പക്ഷെ അവർക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് അവരെ എടുക്കാൻ പോലും, മൃതദേഹം പോലും എടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവരതിൻ്റെ അകത്ത് വീടിന്ന് ഇറങ്ങാതെ വീടിൻ്റെ അകത്ത് നിന്ന് ആൾക്കാരൊക്കെ കസാലയിൽ മരിച്ചിരിക്കുന്ന പോലെയാണ്. പിന്നെ ഒരാൾ കവറിൽ ഒരാളുടെ നാവ് പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ആലോചിച്ച് നോക്കി, വേറെ ആരുടെ നാവാന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വല്ലാത്തൊരു വിഷമം. ഇതൊന്നും നമ്മൾ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ്. ഇവർ കരിയാണ്, ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. ക്യാമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അതിൻ്റെ അപ്പുറം. അവർക്ക് ആ ഷോക്കിൽ നിന്ന് അവർ റിക്കവർ ആയിട്ടില്ല. കാരണം അവർ കൺമുന്നിൽ ആൾക്കാർ ഒഴിച്ചു പോയതും മരിച്ചതും കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ ഷോക്ക്. കാരണം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. വസ്ത്രമില്ല, ഭക്ഷണമില്ല, അവിടെ എല്ലാം ഉണ്ടാക്കിയ എല്ലാം വീട്, അവിടെ ഒരു ഡോക്യുമെൻ്റ് പോലും ഇല്ല. എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം പോയി, ഒന്നുമില്ല. അവരിട്ടിരിക്കുന്ന ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ അവർ നിൽക്കുന്നൊരവസ്ഥയാണ്. ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു വല്ലാത്തൊരു സങ്കടകരമായൊരവസ്ഥ. എന്താണൊക്കെ എനിക്ക് തന്നെ അറിയില്ല എന്താണ് ഇവരെന്ത് ചെയ്യുമെന്നുള്ളത്. ഇതിനു മുമ്പ് കേരളത്തിൽ പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018 പ്രളയം ഉണ്ടായത്, 19 അന്ന് ആൾക്കാർ കൈകോർത്ത് എല്ലാ സംഘടനകളും എല്ലാവരും, അന്യ സംസ്ഥാനങ്ങളും പ്രവാസികളും എല്ലാവരും കൈകോർത്ത് സഹായിച്ചു. അങ്ങനെ അതിൽ നിന്ന് റിക്കവറായി. പക്ഷെ ഇവിടെ വയനാട് നമുക്ക് പല ആൾക്കാരും സഹായിക്കാനുണ്ട്. പല ആൾക്കാർ, സംഘടനകൾ, ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് സഹകരിക്കുന്നുണ്ട്. റെസ്ക്യൂ ടീം നടത്തുന്നുണ്ട്. എല്ലാം റിക്കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൾക്കാരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക രാപ്പകലില്ലാതെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ സഹായിക്കുക. പ്രവാസികളായിട്ടുള്ള മലയാളികൾ, അന്യ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാർ, കേരളത്തിൽ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മലയാളീസ്, മറ്റുള്ള ജില്ലയിലെ ആളുകളെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ട് സഹായിക്കുക. കഴിയുന്നത് പോലെ നിങ്ങൾക്ക് ഭക്ഷണമാവാം, വെള്ളമാവാം, വസ്ത്രമാവാം, ആംബുലൻസ് ആവാം, അല്ലെങ്കിൽ മെഡിസിൻസ് ആവാം, ഏത് രീതിയിലായാലും സഹായിക്കുക. എന്നിട്ട് ഒന്ന് നമുക്ക് അവർക്കിതുകൊണ്ടൊന്നും ആവില്ല എന്നറിയാം. അവർക്ക് നഷ്ടപ്പെട്ടതിലൊന്നും തുല്യമാവില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് സഹായിക്കാം. കുറേ ആൾക്കാർ സഹായിക്കുന്നുണ്ടെന്നും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് സംഘടന വഴിയോ നേരിട്ട് വഴിയോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാം. മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ഇവർ മാനസികമായിട്ട് തകർന്നിരിക്കുന്നൊരവസ്ഥയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഡൗണായൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ, ഓരോ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യം. കാരണം അത്രത്തോളം അവരൊരു ഡൗണായി, എല്ലാ അവസ്ഥയിലും ഡൗണായിപ്പോയി. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ
അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരു ദുരന്തം ഇനി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുല്ലപ്പെരിയാറിൻ്റെ കേസൊക്കെ എല്ലാവർക്കും അറിയാലോ, എന്താകുമെന്നൊന്നും ഒരു നിശ്ചയമില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഉള്ള കാര്യമൊന്നും അറിയില്ല. ഒരു മഴ വരുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയുള്ളൂ, ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 5 ജില്ല ആവണമെന്നില്ല പോവുക, മൊത്തത്തിൽ പോകാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഇതും ചെറിയൊരു ദുരന്തം ഒരു സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ പോലത്തെ ഡാം നശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കേരളം മൊത്തത്തിൽ ഇതേപോലെ പരന്ന് മരുഭൂമിയാവാം. അപ്പോൾ എനിക്കറിയില്ല എന്താ ഇതിനൊക്കെ പറയാനുള്ളത്. ഇതിനൊക്കെ ഉന്നത നിൽക്കുന്ന ആൾക്കാർ, ടോപ്പ് അതോറിറ്റി, നമ്മൾ വേണ്ട മിനിസ്റ്റേഴ്സും ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വേണം ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അല്ലാതെ സാധാരണ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ആപത്തിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. എല്ലാവരും കൂട്ടമായിട്ട് വിചാരിക്കണം, അല്ല ഒരാളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അങ്ങനെ വിചാരിച്ചാൽ നമുക്കിതുപോലെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തം നമുക്ക് റിക്കവറാക്കാൻ പറ്റും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്തായാലും ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കട്ടെ. മരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് ആദരാഞ്ജലികളാണ്. കാരണം വാക്കുകളുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം വലിയൊരു ദുഃഖമാണത്, വലിയ ദുഃഖമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം.